ജർമ്മനിയിൽ ഇന്ന് പൊതു തെരഞ്ഞെടുപ്പാണ്. 6 കോടിയോളം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. CDU-CSU സഖ്യം അധികാരത്തിലെത്തുമെന്നാണ് പ്രീ പോൾ സർവേകൾ സൂചിപ്പിക്കുന്നത്. തീവ്ര വലതുപക്ഷമായ AfD നേട്ടമുണ്ടാക്കുമെന്നും സർവേകൾ സൂചിപ്പിക്കുന്നു. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, 6 കോടി വോട്ടർമാരോളം എത്തുന്ന തെരഞ്ഞെടുപ്പ് എന്തൊക്കെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്? ശ്രീജ, ജർമ്മൻ ചാൻസലറായിരുന്ന ഒലാഫ് ഷോൾസ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായതോടുകൂടിയാണ് ജർമ്മനി വീണ്ടും വോട്ടെടുപ്പിലേക്ക് പോകുന്നത്. ഏതായാലും 6 കോടി വോട്ടർമാർ ജർമ്മനി ആര് ഭരിക്കുമെന്ന് നിശ്ചയിക്കും. തീർച്ചയായും മുൻകാലങ്ങളിലൊക്കെ തന്നെ CDU-CSU സഖ്യം, ഒപ്പം തന്നെ SPD സഖ്യം, ഈ രണ്ട് കക്ഷികൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട പോരാട്ടമാണ് ജർമ്മനിയിൽ നടന്നിരുന്നെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ആ പതിവ് രീതിക്ക് മാറ്റം കൊണ്ടുവരും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfD ഈ തെരഞ്ഞെടുപ്പിൽ വലിയ സാന്നിധ്യമായി മത്സരരംഗത്തുണ്ട്. മാത്രവുമല്ല, പ്രീ പോൾ സർവേകളൊക്കെ തന്നെ അവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ 20% വോട്ടെങ്കിലും ഇവർ നേടും എന്നാണ് പ്രീ പോൾ സർവേകൾ പറയുന്നത്. അതായത് ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റകക്ഷിയാകാനുള്ള സാധ്യതയുണ്ടെന്ന പ്രവചനങ്ങൾ വലിയ ശക്തമായി നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ, പ്രീ പോൾ സർവേകളൊക്കെ തന്നെ അനുസരിച്ച് CDU-CSU സഖ്യം തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും. പക്ഷേ അവർക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാകില്ല. ഗ്രീൻ പാർട്ടി അടക്കമുള്ള ചെറിയ പാർട്ടികളുടെ പിന്തുണയോടുകൂടി മാത്രമേ അവർക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയൂ എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പ്രീ പോൾ സർവേകൾ നൽകുന്നുണ്ട്. ഏതാണ്ട് 29% വോട്ടുകൾ ഈ സഖ്യം നേടും എന്നാണ് പ്രവചനം. മാത്രവുമല്ല, ഈ സഖ്യത്തിന്റെ നേതാവായ ഫെഡറിക് മേഴ്സ് പുതിയ ചാൻസലറാകാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ 3 വർഷത്തിന് ശേഷം ഇവർ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുന്നു. നേരത്തെ അഞ്ജല മെർക്കലിന്റെ പാർട്ടിയാണ് ഈ CDU. അപ്പോൾ ആ പാർട്ടിയുടെ കക്ഷി തന്നെ വീണ്ടും 3 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ പോലും ഈ തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfD എന്ത് തരം മുന്നേറ്റം ഉണ്ടാക്കുമെന്ന കാര്യം വലിയ ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധി, യൂറോപ്യൻ യൂണിയനിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ജർമ്മനി കഴിഞ്ഞ കുറേ നാളുകളായി വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ കുടിയേറ്റം അടക്കമുള്ള വിഷയങ്ങൾ വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ ഇതൊക്കെ വോട്ടെടുപ്പിനെ എങ്ങനെ പ്രതിഫലിക്കും, വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് ഈ ജനവിധിയിൽ നിർണായകമാവും. ഏതായാലും ഇന്ത്യൻ സമയം 11 മണിയോടുകൂടി വോട്ടെടുപ്പ് ആരംഭിക്കും. ശ്രീജ, രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്.